ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ജിമ്മിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തലേ ദിവസത്തെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നില്ല, വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഡയറ്റ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാത്തൊരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ അതുപോലെ ആവരുത് ഇന്ന് എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് രാവിലെ എണീക്കണം, കുറേ നേരം പോയിട്ട് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യണം, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എണീക്കാൻ വീണ്ടും ലേറ്റായി പോയി. പിന്നെ ഈ രാവിലെ ഒരു ചെറിയ തണവും ഈ മഴക്കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരായാലും ഒന്ന് ഉറങ്ങിപ്പോവുമല്ലോ, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെ അങ്ങനെ അവിടെ നിന്ന് എണീറ്റ് റെഡിയായി ജിമ്മിന് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കര മടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ടുള്ള റീസൺ. പോണ വഴിക്കൊക്കെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു, എന്തായാലും നമ്മൾ ഫീസ് പേ ചെയ്തതാണല്ലോ, എങ്ങനെ പോവാതിരിക്കുക എന്നുള്ള ആ ഒരു തോട്ടോട് മാത്രമാണ് ഞാൻ അതുവരെ എത്തിയത് കേട്ടോ. പിന്നെ അങ്ങോട്ട് എത്തുമ്പോഴും ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ മനസ്സിനിങ്ങനെ ഓക്കെ ആക്കിയിരുന്നു, അത് കുഴപ്പമില്ല, നമുക്കൊരു 10-15 മിനിറ്റ് മാത്രം വർക്കൗട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. ഞാൻ ഡെയിലി ചെയ്യാറുള്ള വർക്കൗട്ട്സ് മാത്രം, ആ ഒരു മെഷീൻ വർക്കൗട്ട്സ് 5-5 മിനിറ്റ് വെച്ചിട്ട് എല്ലാത്തിലും ഒന്ന് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോഴും ആരെയും അവിടെ കാണാനില്ല കേട്ടോ. അപ്പോൾ തന്നെ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ വേക്കൻ്റ് ആയിട്ട് സ്ഥലങ്ങൾ കിടക്കുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഉള്ളിൽ പോയപ്പോൾ ജിമ്മിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരെ ത്രെഡ്മില്ല് കയറി. സാധാരണ ഞാൻ ത്രെഡ്മില്ല് കയറുമ്പോഴത്തേനും മറ്റേ ഇൻക്ലൈൻ പൊസിഷനിൽ ഒരു 50 ഇട്ടിട്ട് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഇന്ന് ഭയങ്കര മടി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഉറക്കമാണ് മെയിനായിട്ട്, ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാനതിൽ കയറി കുറച്ച് നേരമൊക്കെ പിന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ഉഷാറായി കേട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ ആ ഒരു പാട്ടും ആ ഒരു വൈബിനോട് നമ്മളണ്ട് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉഷാറായി. പിന്നെ ഞാൻ ഏകദേശം ഒരു 10-23 മിനിറ്റൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്തു ത്രെഡ്മില്ലിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത്, എനിക്ക് ഈ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് കേട്ടോ ഈ ഒരു മിററിൻ്റെ ഈ ഒരു സൈഡ്. നമ്മൾ മെഷീൻ വർക്കൗട്ട്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ വാമപ്പ് സെക്ഷനോ അതല്ല ഈ ബാക്കിയുള്ള എന്തെങ്കിലും എക്സസൈസ് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ചെയ്യാറ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വർക്കൗട്ട്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു സൈക്ലിങ്ങും പിന്നെ ഒരു സ്റ്റെപ്പ് കയറുന്ന ഒരു ടൈപ്പ് ഒരു എക്സസൈസ് ഉണ്ട്, അതുമാണ് ചെയ്യാറുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശരത്തേട്ടനും ഋതു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരത്തേട്ടനും ഋതു അങ്ങോട്ട് വരാം, കാരണം ഇന്ന് നേരത്തെ ഓഫീസിൽ പോകണം, നേരത്തെ അല്ല ഒരു സൈറ്റിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഞാൻ റൂമിൽ വന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ലേറ്റ് ആവും. അപ്പോൾ അവരങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് 3 പേർക്കും കൂടി ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക് വരാമല്ലോ എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജിമ്മ് കഴിഞ്ഞപ്പോൾ തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു. ഋതു ആണെങ്കിൽ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ അവിടെ നിന്ന്. കാരണം അവൻ ഉറക്കത്തിലാണ് ചേട്ടൻ അവൻ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഗ്രാൻഡ് എത്താറാകുമ്പോഴാണ് അവൻ എണീറ്റതും. അപ്പോൾ അത് കാരണം ആണ് ഇത്രയും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചില്ല. ഞാനൊരു മസാല ദോശ കഴിച്ചു, ശരത്തേട്ടൻ ഒരു ഗാർലിക് മസാല ദോശ കഴിച്ചു. ഋതുവിന് നമ്മൾ പിന്നെ റൂമിലെത്തിയിട്ട് എന്തെങ്കിലും കുറുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഒരു 14 ധാന്യങ്ങൾ വറുത്ത് പൊടിച്ചൊരു സംഭവം ഇവിടെ നെസ്റ്റോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിത്യമാണ് കേട്ടോ എനിക്കത് പറഞ്ഞു തന്നത്. അപ്പോൾ അത് അവന് കുറുക്കി കൊടുക്കണം, ഇനി അത് അവന് ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി.